ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. എറണാകുളത്ത് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയേക്കാൾ ആളുകൾ ഓർക്കുക അതിന്റെ സമാപന ദിനം നടന്ന ബഹളവും പ്രതിഷേധവുമാണ്. സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ ആദ്യമായി നടത്തപ്പെട്ട മീറ്റിൽ കല്ലുകടിയായി നിന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധത്തിൽ അന്ന് പെട്ടെന്നൊരു നടപടിയെടുക്കാതെ വിഷയം പഠിച്ച് ആക്ഷൻ എടുക്കാമെന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. അതിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു. പഠനം കഴിഞ്ഞ് സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നടപടി വന്നിരിക്കുന്നു. അന്ന് പ്രതിഷേധിച്ച മാർബേസിൽ നാവാമുകുന്ദ സ്കൂളുകളെ അടുത്ത തവണ മീറ്റിൽ പങ്കെടുപ്പിക്കില്ല. 1 വർഷത്തെ വിലക്കാണ് ശിക്ഷ. ഒപ്പം വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിനായി ഇറക്കിയ അധ്യാപകർക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന പ്രതികരണവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക്, ഒരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് അന്ന് സ്കൂൾ കായികമേളയുടെ സമാപന ദിവസം സംഭവിച്ചത് എന്താണ് എന്നുള്ള ചിത്രത്തിലേക്ക് വിശദമായി ഒരിക്കൽ കൂടി നമ്മൾ വരികയാണ്. വിലക്കിലേക്ക് എത്തിയ തർക്കം എന്തായിരുന്നു എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇന്നിപ്പോൾ 2 സ്കൂളുകൾക്ക് അടുത്ത സ്കൂൾ മീറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയ അന്ന് നടന്ന തർക്കത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. തർക്കം കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളിന്റെ പേരിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ സ്കൂൾ മീറ്റ് അതിന്റെ സമാപനത്തിലേക്ക് കടക്കുന്നു. മത്സരങ്ങളെല്ലാം അവസാനിക്കുന്നു. ട്രോഫി കൈമാറുന്ന ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജനറൽ സ്കൂളുകളുടെ പട്ടികയിൽ ഒരേ സമയം നാവാമുകുന്ദ സ്കൂൾ ഏറ്റവും ഒടുവിലായി 3-ാം സ്ഥാനത്താണ് നാവാമുകുന്ദ സ്കൂൾ ഉണ്ടായിരുന്നത്. 2-ാം സ്ഥാനത്ത് മാർബേസിലും ഉണ്ടായിരുന്നു. ആ നിലക്ക് 1, 2, 3 സ്ഥാനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഓരോ സ്കൂളുകളുടെ യഥാക്രമം ഓരോ സ്കൂളുകളുടെയും പ്രതിനിധികൾ വിദ്യാർത്ഥികളടക്കം കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേദിയിൽ വെച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതെന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. വെബ്സൈറ്റിലൊന്നും വേദിയിൽ കണ്ടത് മറ്റൊന്നും. വെബ്സൈറ്റിൽ കണ്ടത് 2, 3 സ്ഥാനങ്ങളിലെ സ്കൂളുകൾ മറ്റൊന്നായിരുന്നു. അതേസമയം വേദിയിലെത്തിയപ്പോൾ മറ്റൊരു സ്കൂളിന്റെ പേരാണ് രണ്ടാമതായി അനൗൺസ് ചെയ്തത്. അവിടെ തുടങ്ങുകയാണ് പ്രശ്നം. GV രാജ രണ്ടാമതെത്തിയത് എങ്ങനെ എന്നുള്ളതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ജനറൽ സ്കൂളുകളുടെ കാറ്റഗറിയിലാണ് നാവാമുകുന്ദയും ഒപ്പം കോതമംഗലം മാർബേസിലും ഒക്കെ ഉണ്ടായിരുന്നത്. GV രാജ സ്പോർട്സ് സ്കൂളാണ്. സ്പോർട്സ് സ്കൂളുകൾക്ക് പ്രത്യേകം തന്നെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ GV രാജയ്ക്ക് സ്പോർട്സ് കാറ്റഗറിയിൽ 1-ാം സ്ഥാനം. വെച്ചാൽ സ്പോർട്സ് കാറ്റഗറിയിൽ ആ സമയം വരെ വെബ്സൈറ്റിൽ 1-ാമതുണ്ടായിരുന്ന GV രാജയായിരുന്നു. ജനറൽ സ്കൂളുകളിലായിരുന്നു നാവാമുകുന്ദയും ഒപ്പം മാർബേസിലും 2ഉം 3ഉം യഥാക്രമം സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലക്കാണ് സ്കൂളുകൾ ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിന്നത്. പക്ഷേ ജനറൽ സ്കൂളുകളുടെ കാറ്റഗറിയിൽ തന്നെ രണ്ടാമതായി സംഘാടകർ അനൗൺസ് ചെയ്തത് GV രാജയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രതിഷേധവുമായി നവാമുകുന്ദ സ്കൂളും തിരുനാവായിലെ നവാമുകുന്ദ സ്കൂളും കോതമംഗലത്തെ മാർബേസിൽ സ്കൂളുകളും രംഗത്തിറങ്ങുന്നു. ആദ്യം പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളാണ്. പിറകെ അധ്യാപകരെത്തുന്നു. ഈ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ എത്തുന്നു. പോലീസുമായി വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിയമാവലിക്ക് വിരുദ്ധമെന്ന പരാതി ഉയരുന്നു. എന്ന് വെച്ചാൽ നിയമാവലി അനുസരിച്ച് സ്പോർട്സ് സ്കൂളുകൾക്ക് വേറെ കാറ്റഗറിയും ജനറൽ സ്കൂളുകൾക്ക് വേറെ കാറ്റഗറിയുമായിട്ട് തന്നെയാണ് ട്രോഫി നൽകേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ള ഒരു പരാതിയും ആക്ഷേപവുമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റുകളും ഉയർത്തിയത്. ശരി, വേർതിരിവില്ലെന്ന മറുപടി അന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമായി സ്കൂളുകൾക്ക് ലഭിക്കുകയാണ്. വെച്ചാൽ ഒരു വേർതിരിവുമില്ല. വെച്ചാൽ സ്പോർട്സ് സ്കൂളുകൾ എന്ന് ഒരു തരംതിരിവോ അല്ലെങ്കിൽ ജനറൽ സ്കൂളുകൾ എന്ന് വേർതിരിവോ ഇല്ല. എല്ലാ സ്കൂളുകളെയും ഒരേ ഗണത്തിൽപ്പെടുത്തിയാണ് ഇക്കുറി ട്രോഫികൾ വിതരണം ചെയ്യുന്നതും ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്നതും എന്നുള്ള വിശദീകരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ ആദ്യമായി കൊട്ടിഘോഷിച്ച് നടത്തിയ സ്കൂൾ മീറ്റാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ പുതിയ നിയമാവലിയാണെന്നുള്ള വിശദീകരണമൊക്കെ അന്ന് വിദ്യാഭ്യാസ വകുപ്പും സംഘാടകരും നൽകിയതാണ്. പക്ഷേ അതിലൊന്നും തൃപ്തിയടയാതെ ആ പ്രതിഷേധം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ട്രാക്കിലൂടെ പ്രതിഷേധ പ്രകടനവുമായി വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അന്നത്തെ ആ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർ മറന്നു കാണില്ല എന്ന് വിചാരിക്കുകയാണ്. പോലീസുമായി വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്ന വെച്ചാൽ ട്രാക്കിലൂടെ സമാപന സമ്മേളനം ഒരു വശത്ത് നടക്കുമ്പോൾ ട്രാക്കിലൂടെ പ്രതിഷേധവുമായി നീങ്ങിയ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാരും വിദ്യാർത്ഥികളും അധ്യാപകരും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വരികയാണ്. മത്സരാർത്ഥികളും ഒപ്പം അധ്യാപകരുമൊക്കെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്ന പരാതി ഉയർത്തുന്നു. അങ്ങനെ വലിയ തോതിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ ഒരു ചടങ്ങായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ്. അപ്പോൾ എന്തുകൊണ്ടാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾക്കായി വലിയ വാശിയേറിയ പോരാട്ടം നടന്നതെന്ന് ചോദിച്ചാൽ
ട്രോഫിയും ഒപ്പം വലിയൊരു തുക സമ്മാനവുമായി ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏറ്റവും മികച്ച 1, 2, 3 സ്കൂളുകളാകാൻ ഓരോ സ്കൂളുകളും ഒരു വർഷം മുഴുവനായും കഠിനാധ്വാനം നടത്തുന്ന റിസൾട്ട് കൂടിയാണ് അവിടെ കാണേണ്ടത്. രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിക്കേണ്ടത് 1.65 ലക്ഷം രൂപയാണ്. അപ്പോൾ മൂന്നാം സ്ഥാനക്കാർക്ക് എത്ര തുക കിട്ടുമെന്ന് നോക്കണം. 1.10, അതായത് 1,10,000 രൂപ മൂന്നാം സ്ഥാനക്കാർക്കും ലഭിക്കും. ഈ സംഖ്യ നവമുകുന്ദ സ്കൂളിനും ഒപ്പം മാർബേസിനും നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രശ്നം പഠിക്കാൻ അന്ന് തന്നെ 3-അംഗ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിക്കുന്നു. ആ 3-അംഗ സമിതി പഠിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത്. റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുന്നു. അടുത്ത മേളയിൽ നിന്ന് വിലക്കും. നവമുകുന്ദയും ഒപ്പം മാർബേസിലും എല്ലാ സ്കൂൾ കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മികവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന 2 സ്കൂളുകളാണെന്ന് ഓർക്കണം. നവമുകുന്ദ കഴിഞ്ഞ സ്പോർട്സ് മീറ്റിൽ മാത്രം 31 കായിക താരങ്ങളുമായി സ്പോർട്സ് മീറ്റിലേക്ക് എത്തിയ ഒരു സ്കൂളാണ്. എല്ലാ തവണയും വലിയ സംഭാവന സ്കൂളിൽ നിന്നുണ്ടാവുന്നതാണ്. മാർബേസിലാവട്ടെ 76 മത്സരാർത്ഥികളുമായിട്ടാണ് കഴിഞ്ഞ തവണ എറണാകുളത്ത് എത്തിയത്. അപ്പോൾ മാർബേസിലും നവമുകുന്ദയും ഇല്ലാത്തൊരു സ്കൂൾ മീറ്റ് അടുത്ത തവണ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെ ഈ കായിക പ്രേമികൾക്കിടയിലൊപ്പം സ്കൂളുകൾക്കിടയിലും ഒപ്പം വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ വലിയ തോതിൽ നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള വിമർശനങ്ങൾ ഈ സമയം ഉയർന്നു. നമ്മളിനെ പരിശോധിക്കുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ രീതിയിലുള്ള ഒരു പഠനമൊക്കെ നടത്തി ഈ സ്കൂളുകളെ വിലക്കുന്ന ഒരു ശിക്ഷാ നടപടിയിലേക്ക്, അച്ചടക്ക നടപടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അതിന്റെ റിപ്പോർട്ടുമായി ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി വരും. ഷിജോ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബറിൽ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് 2 സ്കൂളുകൾക്ക് വിലക്കേർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. തിരുനാവായ നവമുകുന്ദ സ്കൂളിനും മാർബേസിൽ കോതമംഗലം സ്കൂളിനുമാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയത്. കഴിഞ്ഞ തവണ സമാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സംഘർഷമുണ്ടാവുകയും ആ സംഘർഷം ബോധപൂർവമാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ 2 സ്കൂളുകൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട്, അവിടെയുള്ള സ്കൂളിലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വിലയിരുത്തൽ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ അക്കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ആ 3-അംഗ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് പറയുന്നത്. ആ 4 കാര്യങ്ങളെന്ന് പറയുന്നത് സ്കൂൾ കായികമേള, അതായത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കലാ കായിക മേളകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നവരെ ഈ സ്കൂൾ കായികമേളയിൽ നിന്ന് വിലക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളിൽ വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. അതല്ലാതെ വിധി നിർണയത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള അപാകത സ്വയം ആരോപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വരാൻ പാടില്ല. എല്ലാം ഈ മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ 3-അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 2 സ്കൂളുകളെയും വിലക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ ഡയറക്ടറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിലെടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റന്നാൾ സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങാൻ പോവുകയാണ്. ഈ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കലോത്സവത്തിൽ വിധി നിർണയത്തിലടക്കം ഒരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലും അധ്യാപകർക്കെതിരെയോ അല്ലെങ്കിൽ അധ്യാപകർ വിധികർത്താക്കൾക്കെതിരെയോ കുട്ടികൾ മാതാപിതാക്കളെയും കൊണ്ടുവന്നുകൊണ്ട് വിധികർത്താക്കൾക്കെതിരെയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കൊണ്ടുവന്നാൽ അത് സ്കൂളുകൾക്കും അധ്യാപകർക്കും ഒരു വിലക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സ്കൂളുകളെ വിലക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് കായികോത്സവത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം. കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലോത്സവ നടത്തിപ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. പക്ഷേ ഈ 2 സ്കൂളുകളെ കായികോത്സവത്തിൽ നിന്ന് വിലക്കിയ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിലേക്കുള്ള ഈ വിലക്കിലേക്കുള്ള നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. എന്തായാലും ഈ തീരുമാനത്തിനെതിരെ ഈ സ്കൂൾ മാനേജ്മെന്റുകൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം
നിയമപരമായിട്ട് മുന്നോട്ട് ഷിജോയുടെ പോയി. റിപ്പോർട്ടിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അതുതന്നെയാണെന്ന് വെച്ചാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തതിലൂടെ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സന്ദേശം ഈ രീതിയിലുള്ള പ്രതിഷേധവുമായി വിദ്യാർത്ഥികളോ അധ്യാപകരോ സ്കൂളുകളോ എത്തിയാൽ കൃത്യമായ നടപടിയെടുത്തിരിക്കും, അച്ചടക്ക നടപടിയെടുത്തിരിക്കുമെന്നുള്ള ഒരു താക്കീതിന്റെ മുന്നറിയിപ്പിന്റെ സ്വരം ഈ നടപടിയിലുണ്ട്. അതിനെ ഇനി സ്കൂളുകൾ, മത്സരാർത്ഥികൾ, മാനേജ്മെന്റുകൾ, ഈ മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ അവരൊക്കെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഒരു ഫലവും ഇതിന്റെ ഒരു റിസൾട്ടും. എന്തായാലും